ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എസ്തപ്പഞ്ചേട്ടൻ്റെ വീട്ടിൽ നിന്നും രാത്രിക്ക് രാത്രി ഗുണ്ടകളെ വിട്ട് തന്നെ കടത്തിക്കൊണ്ടുവന്നത് ആ ഒരു അജ്ഞാതനായ ശത്രു വേറെ ആരുമല്ല, മീരയുടെ കൊലയാളിയായിട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രകാശ് മേനോനാണ് എന്നുള്ള ഒരു കാര്യം നന്ദൻ ഒടുവിൽ മനസ്സിലാക്കിയിരിക്കുകയാണ്. തുടർന്ന് നീ മീരയുടെ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടവനല്ലേ, നീ അകത്തായിരുന്നില്ലേ എന്നെല്ലാം നന്ദൻ ചോദിക്കുമ്പോൾ പ്രകാശ് മേനോൻ പറയുന്ന കാര്യങ്ങൾ നന്ദനെ അമ്പരിപ്പിക്കുന്നതാണ്. മീരയെ കൊന്നത് ഞാനോ? മീരയെ കൊന്നത് ആരാണെന്ന് എനിക്കറിയാം. മീരയുടെ യഥാർത്ഥ കൊലപാതകയെ കണ്ടെത്താൻ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അല്ലാതെ നന്ദനോട് എനിക്ക് പകയോ പ്രതികാരമോ ഒന്നുമില്ല. അങ്ങനെ പ്രതികാരം തീർക്കാനായിരുന്നെങ്കിൽ എനിക്കതിന് മുൻപേ തന്നെ അത് ചെയ്യാമായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അന്നത്തെ ആ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് മീരയെ കൊന്നത് നിങ്ങൾ തന്നെയല്ലേ? അത് പോലീസ് തെളിവ് സഹിതം കണ്ടുപിടിച്ചതല്ലേ? അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയത് എന്നെല്ലാം നന്ദൻ ചോദിക്കുമ്പോൾ പ്രകാശ് മേനോനാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നുണ്ട്. ഞാൻ മീരയെ കൊന്നിട്ടില്ല എന്നും അവളെ താൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു എന്നും പ്രകാശ് പറയുന്നു. പ്രകാശിൻ്റെ ഈ ആത്മാർത്ഥതയൊന്നും കേൾക്കാനായിട്ട് നന്ദൻ തയ്യാറാകുന്നില്ല. മീരയോടൊപ്പം ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർത്ത ആളാണ് പ്രകാശ് എന്ന് നന്ദൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രകാശ് പറയുന്നുണ്ട്, തൻ്റെ ഭാഗം വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ വഴിതെറ്റി പോയിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രകാശ് സമ്മതിക്കുന്നു. എന്നാൽ ഗിരീഷേട്ടൻ്റെ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് മീരയെ കണ്ടതോടുകൂടി തൻ്റെ സ്വഭാവം മാറിയെന്നും അവളോടൊപ്പം ഒരു ജീവിതത്തിന് താൻ തയ്യാറായിരുന്നു എന്നും പ്രകാശ് പറയുന്നു. എന്നാൽ മീര നന്ദനെ മതി എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയായിരുന്നു. അന്ന് ആ വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന് പ്രകാശിന് അറിയാമായിരുന്നു. കാരണം നന്ദൻ്റെ ഭാര്യ ദേവികയാണെന്നുള്ള കാര്യം പ്രകാശ് നേരത്തെ അറിഞ്ഞിരുന്നു. പക്ഷേ അന്ന് അവിടെ വന്ന സമയത്ത് കണ്ട കാഴ്ചകൾ ഞെട്ടിക്കുന്നതായിരുന്നു. അവിടുത്തെ മാഡം പ്രകാശാണ് കൊലപാതകി എന്ന് മുദ്ര കുത്തി ആ കേസ് അങ്ങ് ക്ലോസ് ചെയ്യായിരുന്നു. സത്യത്തിൽ പ്രകാശ് മുറികളിൽ ചെന്ന സമയത്ത് മീര മരിച്ചു കിടക്കുകയായിരുന്നു. ഇത് തൻ്റെ തലയിലാകുമെന്ന് ഓർത്തിട്ടാണ് പ്രകാശ് അവിടെ നിന്ന് മാറി നിന്നത്. കണ്ട കാര്യങ്ങൾ ആരോടും പറഞ്ഞതുമില്ല. യഥാർത്ഥ കൊലപാതകി ഇപ്പോഴും പുറത്ത് ഒളിച്ചിരിക്കുന്നതെന്നൊക്കെയാണ് പ്രകാശ് നന്ദനെ അറിയിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ അതാരാണ്, യഥാർത്ഥ കൊലയാളി ആരാണ് എന്നുള്ള നന്ദൻ്റെ ചോദ്യത്തിന് പ്രകാശിന് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല. മീര ഒറ്റ മോളായതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് സ്വത്തുക്കൾ അവളുടെ പേരിലുണ്ടായിരുന്നു. ബലരാമൻ സാറിനും ചന്ദ്രമതി മേഡത്തിനും ഒരുപാട് പാരമ്പര്യ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം അവകാശി എന്ന് പറയുന്നത് മീരയാണ്. ചിലപ്പോൾ ആ സ്വത്തുക്കൾ തട്ടിയെടുക്കാനായിട്ട് മറ്റാരെങ്കിലും ചെയ്തതാകാം എന്നാണ് പ്രകാശിൻ്റെ സംശയം. ഈ കേസിൽ തന്നെ ഇനി വലിച്ചഴിക്കരുതെന്നും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെ പ്രകാശ് ഉറപ്പിച്ചു പറയുന്നു. എങ്കിലും ഒരാട്ടിൻ തോലിട്ട ചെന്നായിയായ പ്രകാശിനെ വിശ്വസിക്കാനായിട്ട് നന്ദന് പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ പ്രകാശ് തൻ്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഗിരീഷ് ചേട്ടൻ എന്നെ കണ്ടാൽ കലിയാകും, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാത്തത്. നിന്നെ കൊല്ലണം എന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എസ്തപ്പാൻ ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് തന്നെ കൊല്ലാമായിരുന്നു. അവിടെ വന്ന ആ ഭിക്ഷക്കാരൻ എൻ്റെ ആളായിരുന്നു. നിന്നെ കൊല്ലാനല്ല, ഈ സത്യം തെളിയിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അതിന് നന്ദ, നീ എൻ്റെ കൂടെ നിന്നേ മതിയാകൂ എന്നും പ്രകാശ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നന്ദന് വല്ലാത്തൊരു മാനസിക വിഷമം തോന്നിപ്പോവാണ്. കാരണം നന്ദൻ ഇപ്പോൾ തന്നെ മറ്റൊരു വലിയ പ്രശ്നത്തിൻ്റെ നടുവിലാണ്. വീട്ടിലുള്ളവർ തന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാകും എന്ന് നന്ദൻ പറയുന്നു. അതോർത്ത് പേടിക്കേണ്ടെന്നും താൻ വീട്ടിലെത്തിക്കാമെന്നും പ്രകാശ് ഉറപ്പ് നൽകുന്നുണ്ട് കേട്ടോ നന്ദന്. പകരം ഈ സത്യം കണ്ടുപിടിക്കാനായിട്ട് കൂടെ നിൽക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമയത്താണ് നന്ദൻ തൻ്റെ ജീവിതത്തിലെ ആ ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തുന്നത്. അതിനേക്കാളും വലിയൊരു പ്രശ്നമുണ്ട്, ഞാനിപ്പോൾ ഒരു കൊലപാതകിയാണ് എന്ന് പറയുന്നത് കേട്ട് പ്രകാശ് ഞെട്ടിത്തെറിച്ച് പോവാണ്. തുടർന്ന് ഋഷിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നന്ദൻ പ്രകാശിനോട് തുറന്നു പറയുന്നു. തനിക്ക് പറ്റിയ ഒരു കയ്യബത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ സമാധാനമില്ലാതെ ജീവിക്കുന്നതെന്നും നന്ദൻ വ്യക്തമാക്കുന്നു. അതുകൂടി കേട്ടതോടെ പ്രകാശിനും കാര്യങ്ങളുടെ ഗൗരവമൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഏതായാലും നന്ദന് എല്ലാവിധ മാനസിക സപ്പോർട്ടും പ്രകാശും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മറ്റൊരു കൊലപാതകി ഒളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അയാളെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണെന്ന് തന്നെ പ്രകാശ് പറയുന്നു. ഒടുവിൽ പ്രകാശ് തന്നെ നന്ദനെ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിക്കാം എന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. ഇതേസമയം ദേവികയാണെങ്കിൽ അരുന്ധതിയെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിച്ച് നല്ല രീതിയിൽ തന്നെ അവർക്ക് മാനസിക സമ്മർദ്ദം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അരുന്ധതിക്ക് ഇപ്പോൾ യാതൊരു സമാധാനവും ഇല്ല. പ്രത്യേകിച്ച് മകൻ ഋഷി എവിടെ പോയി എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. ഋഷിയെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ലാതെ ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് അരുന്ധതി. ഋഷി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഋഷിയെ കാണാനില്ല എന്ന് കാണിച്ച് പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കാനും അരുന്ധതിക്ക് കഴിയില്ല. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി തങ്ങളുടെ സകല കള്ളത്തരം പൊളിയും എന്നുള്ള കാര്യം അരുന്ധതിക്കറിയാം. അതോർത്ത് മനസ്സുരുകിയാണ് കേട്ടോ അരുന്ധതി കഴിയുന്നത്. ഇതിനിടയിലാണ് ദേവിക അരുന്ധതിയെ വിളിക്കുന്നത്. ഫോൺ വിളിച്ച ദേവിക നന്ദു എവിടെയെന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി ദേഷ്യത്തോടെ തിരിച്ച് ചോദിക്കുന്നുണ്ട്, തൻ്റെ ഭർത്താവാണ് നന്ദു, എന്നോട് നന്ദു എവിടെയെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. നിൻ്റെ നന്ദു എവിടെയാണെന്ന് എനിക്ക് അറിയുകയില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് ദേവികയാണെങ്കിൽ ശക്തമായിട്ട് തന്നെ മറുപടി നൽകുന്നുണ്ട്. നന്ദുവിന് അധികം ശത്രുക്കളൊന്നുമില്ല,
പിന്നെ ശത്രു എന്ന് പറയാൻ ആകെയുള്ളത് നിങ്ങളൊക്കെ തന്നെയാണ്. ചന്ദ്രോത്ത് വീട്ടുകാരുടെ ഏറ്റവും വലിയ ശത്രു അരുന്ധതി മേഡം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ഇതിന് പിന്നിൽ, നന്ദൻ്റെ തിരോധാനത്തിന് പിന്നിൽ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്നെല്ലാം ദേവിക പറയുന്നുണ്ട് കേട്ടോ. താനൊരു MLA ആയതുകൊണ്ട് തന്നെ പോലീസ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നും ഈ അന്വേഷണം പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് യഥാർത്ഥ ശത്രുവിനെ മുന്നിൽ കൊണ്ടുവരുമെന്നാണ് SP തനിക്ക് വാക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ദേവിക പറയുന്നു. എത്രയും വേഗം നന്ദനെ കണ്ടെത്തുമെന്നും ഇതിന് പിന്നിൽ അരുന്ധതിയാണെങ്കിൽ ഒരിക്കലും വെറുതെ വിടില്ല എന്നും ദേവിക വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല തൻ്റെ മകനെ കൊന്നത് നന്ദു ആണെന്നുള്ള കാര്യം സമ്മതിച്ച സ്ഥിതിക്ക് നന്ദു പോലീസിൽ കീഴടങ്ങാൻ പോവുകയാണെന്നും പോലീസ് തന്നെ നന്ദുവിന് കടുത്ത ശിക്ഷ നൽകുമെന്നും ദേവിക പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അരുന്ധതിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. തനിക്ക് അതൊന്നും വിഷയമല്ലെന്നും നഷ്ടമുണ്ടായത് തനിക്കാണെന്നും നന്ദൻ എവിടെയാണെന്ന് തനിക്ക് അറിയില്ലെന്നും പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് അരുന്ധതി. എന്നാൽ ദേവികയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി തന്നെ പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പ്രകാശ് തന്നെ സുരക്ഷിതമായിട്ട് നന്ദനെ ചന്ദ്രോത്ത് എത്തിക്കുന്നുണ്ട്. തുടർന്ന് പ്രകാശാണ് തന്നെ കൊണ്ടുപോയത് എന്നും പ്രകാശല്ല മീരയുടെ കൊലയാളി എന്നും മറിഞ്ഞിരിക്കുന്ന മറ്റാരോ അതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നന്ദൻ എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. അപ്പോൾ പ്രകാശിൻ്റെ ആ സത്യസന്ധത ബോധ്യപ്പെടുന്നതോടുകൂടി തന്നെ ആ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള എല്ലാ സഹായവും ദേവികയും നന്ദനും പ്രകാശിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയൊരു കൊലപാതകത്തിൻ്റെ രഹസ്യങ്ങൾ തന്നെയാണ് ഉടനെ ചുരുളഴിയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന ത്രില്ലിംഗ് എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്